വടുതലയിൽ തിരുവനന്തപുരം സ്വദേശികളുടെ കൂട്ടാത്മഹത്യയ്ക്ക് പിന്നിലെന്ത്? അമ്മയും മകളും അവരുടെ 3 കുഞ്ഞുങ്ങളും മരിച്ചതിന് കാരണം ആ യുവതിയുടെ ഭർതൃവീട്ടിൽ നിന്നുള്ള മാനസിക പീഡനം. തിരുവനന്തപുരം വിളപ്പിൽശാല കാരോട് സ്വദേശികളായിട്ടുള്ള ശ്രീകുമാരി, അവരുടെ മകൾ അശ്വതിയുടെ 3 മക്കൾ, ഇവരാണ് മരിച്ചത്. എറണാകുളം വടുതല കർഷകർ റോഡിലെ ഗ്രീൻ ഗാർഡൻ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ 5 അംഗ കുടുംബം. 2 മാസം മുമ്പ് മാത്രമാണ് ഇവർ കൊച്ചിയിലെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയാണ് എന്നുള്ള സൂചന ആ ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്ന് പോലീസ് പറയുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു അവർ. ഈ കുട്ടികൾക്ക് 2, 5, 14 എന്നിങ്ങനെ മാത്രമാണ് പ്രായം. ആ കുട്ടികളിൽ ഒരാളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ആ വീട് വാടകയ്ക്ക് എടുത്തത് എന്നാണ് ആ പ്രദേശവാസികളിൽ നിന്നും പോലീസ് മനസ്സിലാക്കിയത്. അപ്പോൾ ആത്മഹത്യ കുറിപ്പ് എഴുതിയിട്ടില്ല. അപ്പോൾ അവരുടെ ഫാമിലി എന്തൊക്കെ ഡിസ്പ്യൂട്ടാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ള തരത്തിലാണ് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് ഒരു സുമാർ 2 മാസം മുന്നേ ഹാങ് ചെയ്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ഇവരാണെന്നുള്ള ഉത്തരവാദി ഇവരാണെന്നുള്ള തരത്തിൽ ബ്ലെയിം ചെയ്തു എന്നൊക്കെയുള്ള തരത്തിലാണ് മറ്റേ സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരിപ്പോ 2 മാസമായിട്ട് ഇവിടെ താമസമാണ്, വാടകയ്ക്ക് താമസമാണ്. അസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സ എന്ന് പറഞ്ഞിട്ട് കുറെ മരുന്നുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് നമുക്കറിയില്ല. ഈ 14 വയസ്സായ കുട്ടിക്ക് ഒരു ചെറിയ ഡിസേബിലിറ്റി എന്തോ കാണുന്നുണ്ട് അല്ലെ, അങ്ങനെ തോന്നുന്നുണ്ട്, കൺഫേം അല്ല. ആശുപത്രി ആവശ്യങ്ങൾക്കായി വന്നു പോകുന്നവരാണ് ഈ പ്രദേശത്ത് കൂടുതലായും ഈ വീട് വാടകയ്ക്കെടുത്ത് കഴിയുന്നവർ. പുതിയ താമസക്കാരായതിനാൽ ഈ അയൽവാസികൾക്ക് ഇവരുമായി അത്ര വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയൽവാസികൾക്ക് ഇവരെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുകയുമില്ല. നാട്ടുകാർക്ക് അധികം ഒരു പരിചയമില്ല. കാരണം ഇവര് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ആസ്റ്റർ മെഡിസിറ്റിയിൽ വന്നതാണ്. രാവിലെ തൊട്ടപ്പുറത്ത് ഈ ഓണറിന്റെ ചേട്ടന്റെ മോനാണെന്ന് നോക്കിയപ്പോഴാണ് അറിയണത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കണ കണ്ടത്. ഡീറ്റെയിൽസ് ഒന്നും നമുക്കും ആർക്കും പരിസരവാസികൾക്ക് അറിയില്ല എന്താണെന്ന്. പഴക്കം ഇന്നലെ എന്താണ് അക്കൗണ്ടിലോട്ട് എന്തോ ട്രാൻസ്ഫർ ചെയ്തെന്ന് പറയണ്ടായിരുന്നു. ഫണ്ട് അറിയില്ല, കറക്റ്റ് നമുക്ക് അങ്ങനെ പറഞ്ഞു കേട്ടത് മാത്രമേ ഉള്ളൂ. പരിസരത്തുള്ളവരാണെങ്കിലും അറിയുന്നത് ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് കാണുമ്പോൾ അറിയുന്നത്. ചികിത്സക്കൊക്കെ താമസിക്കുന്ന പലരും ഇവിടെ 3 മാസം 4 മാസമൊക്കെ വീട് റെന്റിനെടുത്ത് താമസിക്കുന്നുണ്ട്. ഈ മരിച്ച അശ്വതിയുടെ ഭർത്താവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ നടത്തിയ കുറ്റപ്പെടുത്തലുകളും അതിലുണ്ടായ മാനസിക വിഷമവുമാണ് ഈ കടുംകൈക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ സൂചനയുള്ളത്. പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് അശ്വതിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തിരുന്നു, അതിന് കാരണക്കാർ ഈ കുടുംബമാണെന്നുള്ള കുറ്റപ്പെടുത്തൽ, അതായിരിക്കാം ഈ കൂട്ടാത്മഹത്യക്ക് കാരണം. ഇവര് ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പോകുന്നത്. അയാള് നല്ല മദ്യപാനിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അയാൾ മരണപ്പെട്ടപ്പോൾ വീട്ടുകാർ കുറ്റപ്പെടുത്തിയതിലുള്ള നിരാശനം തോന്നുന്നു. എന്തായാലും ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ നോട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അവർ. അത് ഭർത്താവ് മരിച്ചതിന് ശേഷം അല്ലെ, 2 മാസമായി അവിടെ അവർ റൈറ്റ്. വീടിനുള്ളിൽ ഈ ശ്രീകുമാരിയെയും അശ്വതിയെയും തൂങ്ങിയ നിലയിലും ആ 14ഉം 5ഉം വയസ്സുള്ള ആൺകുട്ടികളെയും 2 വയസ്സുള്ള പെൺകുട്ടിയെയും കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം മുതിർന്നവർ ജീവനൊടുക്കി എന്നാണ് പ്രാഥമിക നിഗമനം. അത്തരത്തിലാണ് ആ സ്ഥലത്തെ ജനപ്രതിനിധി പറയുന്നത്. ഈ വീടിന്റെ ഓണർ വിദേശത്താണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇവിടെ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് അശ്വതി എന്ന് പറഞ്ഞ ലേഡി ഹാങ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത്. അപ്പം എന്നെ വിളിക്കുകയും ഞാനിവിടെ പോലീസുകാരെ അറിയിക്കുകയും വെച്ച് നോക്കിയപ്പോൾ ബാക്കി 4 പേരും കൂടി മറ്റേ അശ്വതി എൻ്റെ അമ്മ ശ്രുതി നായർ
ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. മുഖ്യ 3 പേര് കട്ടിയിൽ മരിച്ചു കിടക്കാൻ കാണാൻ സാധിച്ചു. 3 കുഞ്ഞുങ്ങൾ. കുറിപ്പുണ്ട്, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഭർത്താവ് കുറേ മുമ്പ് ലിവർ സംബന്ധ അസുഖം മൂലം മരണപ്പെട്ട ഹോട്ടലാണ്. ബാക്കി കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. 2 മാസം. ഒരു കുഞ്ഞിന് സുഖമില്ലാണ്ടിരുന്നായിട്ട് അറിയാൻ സാധിച്ചത്. കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. ആസ്റ്ററിലാണെന്ന് അറിയാൻ. 2 മാസമായിട്ട് വീട് വാടകയ്ക്ക് എടുത്തേക്കാണ്. ഒരു 3-4 ദിവസത്തെ പഴക്കമുണ്ടെന്ന്. അധികം ഇന്ററാക്ഷൻസും ഇല്ല. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ വീടുണ്ടെന്ന് പറഞ്ഞു. അത് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇവിടെ താമസിക്കുന്നു പറഞ്ഞത്. 2 മാസം. ആ മൃതദേഹങ്ങൾക്ക് ചുരുങ്ങിയത് 2 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമേ ഇല്ല എന്നാണ് പോലീസ് കരുതുന്നത്. കുടുംബപരമായിട്ടുള്ള ഈ മാനസിക പ്രശ്നങ്ങൾ തന്നെയായിരിക്കണം ജീവനൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇവര് ചുറ്റുപാടുണ്ടതുകൊണ്ട്, കാരണം അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പോർഷായിട്ടുള്ള വീട് വാടകയ്ക്ക് എടുക്കാൻ സാധ്യതയില്ല. മാത്രമല്ല അവര് മറ്റേ അവരുടെ പ്രോപ്പർട്ടിയൊക്കെ വില്ല് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടി ഉണ്ടാവണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരുമൊക്കെ ആ വീട്ടിലെത്തി, അപ്പാർട്ട്മെന്റിലെത്തി പരിശോധന നടത്തി. കൂടുതൽ തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. എന്താണ് അയൽവാസികളിൽ നിന്നും ആ വീട്ടുടമസ്ഥനിൽ നിന്നുമൊക്കെ പോലീസ് മൊഴിയെടുത്തു. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. ഒരു കുടുംബം അപ്പാടെയാണ് കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഇല്ലാതായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.